കേരളത്തിലെ കയർ വ്യവസായ മേഖല പ്രതിസന്ധിയിലാണ്. കയർ മേഖലയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ പണം നൽകി കയർ മേഖലയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും എ കെ ആന്റണി പറഞ്ഞു. അന്താരാഷ്ട്ര കയർ കേരളമേള 2014 ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കയർ വ്യവസായം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ പരസ്പരം മല്ലടിച്ച് ഈ കുഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണം. സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാം കൂടി ആലോചിച്ച് ഒരു തീവ്രയത്ന പരിപാടിയിൽ കൂടി കയർമേഖല രക്ഷിച്ചെടുക്കാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഒരു കാലഘട്ടത്തിൽ കർഷക തൊഴിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുത്തിരുന്ന, അതുപോലെ നാട്ടിലേക്ക് കൂടി സമ്പത്ത് നൽകിയിരുന്ന ഒരു മേഖലയാണ്. അന്നത്തെ വരുമാനം വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ അന്ന് തിരുവിതാംകൂറിലെ വരുമാനം, കൊച്ചിയിലെ വരുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകിയിരുന്ന മേഖലയാണ്. വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടിക്രമം എന്ത് വേണമെന്നുള്ള ചെറിയ യോഗത്തിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കും. എനിക്കെന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. കയർ മേഖലയുടെ പുരോഗതിക്കായി ഗവൺമെന്റ് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചകിരിക്ഷാമമാണ് കയർ മേഖലയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞ ആന്റണി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സൗഹാർദ്ദമാകാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ആളുകളുടെ അഭിരുചി അറിഞ്ഞ് വൈവിധ്യവൽക്കരിച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ കയർ മേഖല ശ്രമം നടത്തണമെന്നും എ കെ ആന്റണി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കയർ മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ദേശീയ അന്താരാഷ്ട്ര പവലിയന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു.